സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അപകടം പറ്റിയ ഷ്യാമയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ് കേട്ടോ. ഷ്യാമയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബ്ലഡ് വേണമെന്നും ഷ്യാമയുടേത് ഒരു റെയർ ഗ്രൂപ്പാണ്, എത്രയും പെട്ടെന്ന് ബ്ലഡ് സംഘടിപ്പിക്കണമെന്നും ഡോക്ടർ അശ്വതിയോട് പറയുവാണ്. അങ്ങനെ അശ്വതി അതനുസരിച്ച് പലരെയും ഫോണിലൊക്കെ ബന്ധപ്പെടുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ സമയം ആയിരിക്കും വിനയപ്രസാദ് രാധികയും കൂട്ടി ആ ഹോസ്പിറ്റലിൽ തന്നെ എത്തുന്നത്. അങ്ങനെ അശ്വതിയുടെ മുമ്പിൽ കൂടി തന്നെ രാധികയുമായിട്ട് അവർ പോകുന്നുണ്ട്. എന്നാൽ അശ്വതി അവരെ കാണുന്നില്ല കേട്ടോ. അങ്ങനെ ഡോക്ടറെ കാണിച്ച് രാധികയുടെ കയ്യിൽ പൊള്ളലിന് മരുന്നൊക്കെ വെച്ച് കൊടുക്കുവാണ്. ഇതേ സമയത്തായിരിക്കും കേട്ടോ അവിടെ ശ്യാമ മാഡം അപകടം പറ്റി അഡ്മിറ്റ് ആയിട്ടുണ്ടെന്ന് ഡോക്ടർ പറയുന്നത് വിനയപ്രസാദ് കേൾക്കുന്നത്. എന്ത്, ശ്യാമയോ? സിംഗർ ശ്യാമയാണോ കിടക്കുന്നത്? അതേന്ന് പറയുമോ ഡോക്ടർ? അവർക്ക് അത്യാവശ്യമായിട്ട് ബ്ലഡ് വേണം, റെയർ ഗ്രൂപ്പാണ്. അന്നേരം രാധിക ചോദിക്കുന്നുണ്ട്, അല്ല ഏതാ ബ്ലഡ് ഗ്രൂപ്പ്? ഈ സമയം ശ്യാമയുടെ ബ്ലഡ് ഗ്രൂപ്പ് പറയുമ്പോൾ രാധിക പറയണേ, എൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് അതാ, മാഡത്തിന് ഞാൻ ബ്ലഡ് കൊടുക്കാം. അതേക്കുമ്പോൾ ഡോക്ടറിന് സന്തോഷമാകും. അങ്ങനെ ഡോക്ടർ രാധികയുടെ ബ്ലഡ് എടുക്കുവാണ് കേട്ടോ. അങ്ങനെ സ്വന്തം അമ്മയ്ക്കാണെന്നറിയാതെ രാധിക ബ്ലഡ് ദാനം ചെയ്യുവാണ്. ഈ സമയം വിനയപ്രസാദിന് മാമിന് ചില സംശയങ്ങളൊക്കെ തോന്നുക. രാധികയെ കാണാൻ ശ്യാമയുടെ അതേ മുഖച്ഛായയുണ്ട്. ഇപ്പോൾ ഇതാ രണ്ട് വിളക്കും ഒരേ രക്തഗ്രൂപ്പ്. അവർക്ക് തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാകുമോ? ചിലപ്പോൾ അല്ല, മുൻജന്മ ബന്ധം വല്ലതും ആയിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് ആലോചിച്ച് നിൽക്കുക. അന്നേരം ആ പ്രൊഡക്ഷൻ കൺട്രോൾ അവിടെ എത്തുക. എന്താ മാഡം, ആ കുട്ടിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ആ കുട്ടി ഇപ്പോൾ സിംഗർ ശ്യാമ മാഡത്തിന് ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ബ്ലഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് രാധിക അങ്ങോട്ടേക്ക് വരിക. അന്നേരം വിനയപ്രസാദിന് മാം പറയണേ, ഇനി മുതൽ ശ്യാമയുടെ ഞരമ്പുകളിലൂടെ ഓടുന്നത് രാധികയുടെ രക്തം കൂടിയാണല്ലോ. എന്നാൽ പിന്നെ നമുക്ക് പോകാൻ രാധികയെ. അങ്ങനെ അവർ പോകാൻ റെഡിയായി നിൽക്കുവാണ് കേട്ടോ. ഈ സമയം ഡോക്ടറിനെ കാണുമ്പോൾ അശ്വതി ഡോക്ടറിൻ്റെ അരികിലേക്ക് ചെല്ലുക. ഡോക്ടർ, ഇതുവരെ ബ്ലഡ് റെഡിയാക്കാൻ പറ്റിയില്ല. അന്നേരം ഡോക്ടർ പറയണേ, ഇനി താനൊന്നും പേടിക്കണ്ട. ശ്യാമ മാഡത്തിന് ബ്ലഡ് ഒരു കുട്ടി കൊടുത്തു, ഒരു പെൺകുട്ടി. കണ്ട ശ്യാമ മാഡത്തിനെ പോലെ തന്നെ ഇരിക്കും. എന്നിട്ട് ആ കുട്ടി എവിടെ? ആ കുട്ടി അതാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അശ്വതി നോക്കുമ്പോൾ രാധികയെ ചെറുതായിട്ടൊന്ന് കാണുവാണ്ടോ. ഈശ്വര, ശ്യാമക്ക് ബ്ലഡ് കൊടുത്തത് ശ്യാമയുടെ സ്വന്തം മകൾ തന്നെയാണോ? കുട്ടി നിൽക്കൂ എന്ന് പറഞ്ഞ് അശ്വതി പിന്നാലെ പോകുന്നുണ്ടെങ്കിലും അശ്വതിക്ക് രാധികയെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോഴേക്ക് അവരവിടെ നിന്ന് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് തന്ത്രികൾ വീട്ടിൽ തിരിച്ചെത്തുവാണ് കേട്ടോ. അന്നേരം യശോദ ചോദിക്കുന്നുണ്ട്, അല്ല രാധിക മോളെവിടെ? അവൾ അമ്പലത്തിൽ നിന്ന് ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. അന്നേരം തന്ത്രികൾ പറയുക, അത് പിന്നെ അമ്പലത്തിൽ ആ ഷൂട്ടിങ്ങിനിടെ വെച്ച് വിനയപ്രസാദിനി മാമിൻ്റെ സാരിയിൽ ദീപത്തിൽ നിന്ന് തീ ആളി പിടിച്ചു. അന്നേരം രാധിക മോളെ ഓടിച്ച് നട്ട് കെടുത്തി. അതിൻ്റെ ഇടയിൽ മോളുടെ കയ്യിൽ ചെറിയൊരു പൊള്ളലേറ്റു. അപ്പോൾ മാഡം നമ്മുടെ മോളെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയിരിക്കുക. അയ്യോ, എന്നിട്ട് നിങ്ങൾ പോയില്ലേ? എനിക്കങ്ങനെ പോകാൻ പറ്റില്ലായിരുന്നു, പൂജ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഈശ്വര, എന്നിട്ട് അവൾ ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. എന്തായിരിക്കും എൻ്റെ കുഞ്ഞിനെ പറ്റിയത് എന്ന് പറഞ്ഞ് യശോദ ടെൻഷനാകുക. അന്നേരം മുത്തശ്ശി പറയണേ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത്? എന്താണെങ്കിലും അവൾ ചത്തുപോകാനൊന്നും പോകുന്നില്ല. അങ്ങനെ അമ്മയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് ദേവനാരായണനും യശോദക്കൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കട്ടെ പുറത്തൊരു കാറ് വരുന്ന വെച്ചേക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും പുറത്തേക്ക് വരുമ്പോൾ വിനയപ്രസാദ് മാമും രാധികമായിട്ട് അവിടെ എത്തുവാണ്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക ശരത്തുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നതാണ് കേട്ടോ. ഈ സമയം അതുവഴി പോകുന്ന കൽപ്പന അവരുടെ സംസാരം മറഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നതും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതേപോലുള്ള കൂടുതൽ റിവ്യൂസിനും അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.